ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 173/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആൻസർ കീ നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്ന സമയത്ത് അതിൽ നിന്ന് മാർക്ക് പോകാൻ പാടില്ല. ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഈസ് കറക്റ്റ് അല്ലേ? വിച്ച് വൺ ഈസ് കറക്റ്റ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ എല്ലാം അല്ലെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ആൻസറിലേക്ക് എത്തുക? ഇഫ് ഐ വേർ യു അല്ലെ, ഇവിടെ 4ലും ഓപ്ഷൻ ഏതാണ്? ഇഫ് ഐ വേർ യു. ഇത് എന്താണ്? ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. എന്താണ് ഇതൊരു വേർഡ് എന്ന് പറയുന്നത്? ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇമാജിൻ ഇഫ് ഐ വേർ യു അല്ലേ, ഞാൻ ആയിരുന്നു എങ്കിൽ അല്ലേ, അങ്ങനെയല്ലേ? ഇഫ് ഐ വേർ യു ഒരു ഇമാജിനറി സിറ്റുവേഷൻ വേർഡ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എങ്കിൽ ഈ സെന്റൻസിന് ശേഷം വരുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വുഡ് പ്ലസ് ബേസ് പ്ലസ് ബേസ് വെർബ് ഫോം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇഫ് ഐ വേർ യു ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഇഫ് ഐ വേർ യു അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്. അതായത് ഇമാജിനറി സിറ്റുവേഷൻ ആണ് ഈ വേർഡ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള സെന്റൻസ് എപ്പോഴും വുഡ് പ്ലസ് ബേസ് വെർബ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ വില്ലാണ് ആൻസർ അല്ല. വുഡ് ഹാവ് വന്നു, തെറ്റാണ്. വുഡ് ബേസ് വെർബാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. വുഡ് ബേസ് വെർബ് വന്നു. അതായത് ബേസ് വെർബ് പറയുമ്പോൾ V1 ഫോം, വെർബിന്റെ V1 ഫോം ആണ്. ഇത് എന്താണ്? V2 ഫോം ആണ്. തെറ്റി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇഫ് ഐ വേർ യു ഐ വുഡ് കംപ്ലീറ്റ് ദി ടാസ്ക് ഓൺ ടൈം. ഇത്രയോ ഇതിൽ പഠിക്കാനുള്ളൂ കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നോക്കിക്കേ. ഇഫ് ഐ വേർ, ഇതൊരു ഇമാജിനറി വാക്കാണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഏതാ പിന്നെ അടുത്തത് എഴുതേണ്ടത്? സബ്ജക്റ്റ് എഴുതണം അല്ലെ. ഐ എഴുതി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തായിരിക്കണം? വുഡ് പ്ലസ് ബേസ് ഫോം ആയിരിക്കണം. വുഡ് പ്ലസ് ബേസ് ഫോം ആയിരിക്കണം. ഐ വുഡ് എന്താ വരിക? സ്റ്റഡി കണ്ടോ? V1 ഫോം ആണ് അല്ലെ. V1 ഫോം ആണ്. സ്റ്റഡി വെൽ. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. She usually wears saree, but now she dash pants. അവൾ എപ്പോഴും ധരിക്കാറുള്ളത് സാരിയാണ്, പക്ഷേ ഇന്ന് അവൾ പാന്റ് ആണ് ധരിച്ചത് അല്ലേ. പക്ഷെ ഇന്ന് ഞാൻ എന്നും സാരിയാണ് ധരിക്കാറ്, പക്ഷെ ഞാൻ ഇന്ന് എന്ത് ചെയ്തു? പാന്റ് ധരിച്ചു. അപ്പൊ എന്താണ് ഇവിടെ സെന്റൻസ് ചെയ്യേണ്ടത്? റൂൾ എന്താണ് ഇവിടെ വരിക? നൗ അല്ലേ. ഇവിടെ നൗ എന്ന് പറയുന്നത് ഇപ്പോഴാണ് അല്ലെ. നൗ എന്ന് പറയുന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത് നൗ എന്ന് പറയുന്നത്. നൗ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗ ഇപ്പോൾ അത് പ്രസന്റിലാണ്. അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? ഈ നൗ കഴിഞ്ഞിട്ട് വരുന്ന വേർഡും എന്തായിരിക്കണം? പ്രസന്റില് ഒരു കണ്ടിന്യൂസ് ഫോം, തുടർച്ചയായിട്ടുള്ള ഫോം തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് വരണം? ഒരു ING ഫോം വരണം അല്ലെ. ഒരു ING ഫോം എന്ത് ചെയ്യണം? രൂപപ്പെടണം. അപ്പൊ ഷീ എന്ന് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് വേണ്ടേ? ഷീ കഴിഞ്ഞൊരു ഓക്സിലറി വെർബ് വേണ്ടേ? വേണം. ഈസ് വിയറിംഗ്. കണ്ടോ? She usually wears saree, but now she is wearing pants. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുക? ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൗ ആണ്. നൗ എന്ന് പറയുന്നത് പ്രസന്റിലെ ഒരു കണ്ടിന്യൂസ് ഫോം ആണ്. കണ്ടിന്യൂസ് ഫോം ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു കണ്ടിന്യൂസ് ഫോം ഉപയോഗപ്രദമാക്കണം. അതുകൊണ്ട് ഷീ വിയറിംഗ് എന്ന് പറയോ? ഇല്ല അല്ലെ. ഷീ കഴിഞ്ഞ സബ്ജക്ട് കഴിഞ്ഞാൽ എപ്പോഴും എന്താ ഉണ്ടാകണം? ഒരു ഓക്സിലറി വെർബ് ഉണ്ടാകണം. അത് പ്രസന്റ് ഫോമിലുള്ള ഒരു ഓക്സിലറി വെർബ് ആയിരിക്കണം. ഷീ ആയതുകൊണ്ട്, അവൾ ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ഓക്സിലറി വെർബ് തന്നെ യൂസ് ചെയ്യണം. മനസ്സിലായോ?
അതേപോലെ നോക്കിക്കേ എങ്ങനെയാ നമ്മൾ പറയാ ഷീ ഈസ് വിയറിംഗ് അല്ലേ വിയറിംഗ് ജീൻസ് ഷീ ഈസ് വിയറിംഗ് ജീൻസ് നൗ കണ്ടോ ഇവിടെ എന്ത് വരണം നൗ വരണം നമ്മൾ ഷീ ഈസ് വിയറിംഗ് ജീൻസ് അങ്ങനെ മാത്രം കൊടുക്കാൻ പാടില്ല മനസ്സിലായോ ഷീ ഈസ് വിയറിംഗ് ജീൻസ് വിയറിംഗ് കണ്ടോ അവൾ ജീൻസ് ധരിച്ചിരിക്കുകയാണ് അല്ലേ ഷീ ഈസ് വിയറിംഗ് ജീൻസ് അവൾ ജീൻസ് ധരിച്ചിരിക്കുകയാണ് എപ്പോ നൗ നൗ കണ്ടോ അപ്പൊ ആൻസർ മനസ്സിലായോ എങ്ങനെ വന്നു എന്നുള്ളത് അപ്പൊ അതേപോലെ ഇവിടെ വിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഹാബിറ്റ് ആണ് അല്ലേ അതൊരു അതായത് എന്നും ചെയ്യാറുള്ള ഒരു ഹാബിറ്റിനെയാണ് അങ്ങനെയുള്ള വാക്കുകൾ ആകുമ്പോഴാണ് വിയേഴ്സ് യൂസ് ചെയ്യുക അതേപോലെ ഹാഡ് ബീൻ വിയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സെന്റൻസിൽ തന്നിരിക്കുന്നത് എങ്കിൽ ഇവിടെ ഹാഡ് ബീൻ വിയറിംഗ് യൂസ് ചെയ്യാം ഇനി വിയറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു ഇൻകംപ്ലീറ്റ് സെന്റൻസ് ആണെങ്കിൽ അവിടെ വിയറിംഗ് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഒരു വേർഡ് തരുന്ന സമയത്ത് ഒന്നും കൂടി പറഞ്ഞു തരാം എങ്ങനെ ആൻസറിലേക്ക് എത്തും ഷീ യൂഷ്വലി വിയേഴ്സ് സാരി ബട്ട് നൗ ഷീ ഡാഷ് പാൻസ് അല്ലെ ഇവിടെ നൗ എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ആയതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞവ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് എന്തായിരിക്കണം ഇവിടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അപ്പൊ എന്താണ് വരിക ഷീ കഴിഞ്ഞാൽ ഷീ അവൾ ആണ് ഒരു സിംഗുലർ വെർബ് സബ്ജക്റ്റ് ആണ് അല്ലെ അവൾ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് അത് കഴിഞ്ഞാൽ സിംഗുലർ ഓക്സിലറി വെർബ് പിന്നെ കണ്ടിന്യൂസ് ഫോം ആയിട്ടുള്ള ഈസ് വിയറിംഗ് എന്ന് ആൻസർ വന്നു ഇനി ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഒരു ഹാബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അതായത് ഇപ്പോൾ അവൾ സാരി ധരിക്കുന്നു അല്ലെ അതായത് അവൾ എന്നും എപ്പോഴും നാളെയും കഴിഞ്ഞു ഇപ്പോ നാളെ എപ്പോഴും അവൾ സാരിയാണ് ധരിക്കുന്നത് അതൊരു ഹാബിറ്റാണ് അവളുടെ ആ ഹാബിറ്റാണ് അവിടെ ആ സെന്റൻസിൽ കാണിച്ചിരിക്കുന്നത് എങ്കിൽ വിയേഴ്സ് വരും ഇനി ഇവിടെ ഹാഡ് ബീൻ വിയറിംഗ് ആണ് നമുക്ക് ഇനി ഇവിടെ ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വരണമെങ്കിൽ ഈ സെന്റൻസ് എന്തായിരിക്കണം ഒരു പാസ്റ്റ് ഫോമിലുള്ള സെന്റൻസ് ആയിരുന്നുവെങ്കിൽ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് കഴിഞ്ഞ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അവിടെ ഹാഡ് ബീൻ വിയറിംഗ് യൂസ് ചെയ്യാമായിരുന്നു ഇനി ഈ വിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസ് ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസ് ഒരു ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഒരു കംപ്ലീറ്റ് അല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ അവിടെ വിയറിംഗ് എന്ന് വന്നേനെ ഇത്രയും ഇനി നമുക്ക് നോക്കാം എ നമ്പർ ഓഫ് സോൾജേഴ്സ് ഡാഷ് ലോസ്റ്റ് ദെയർ ലീവ്സ് ഇവിടെ ആൻസർ എന്താ വരിക എ നമ്പർ ഓഫ് സോൾജേഴ്സ് ഡാഷ് ലോസ്റ്റ് ദെയർ ലീവ്സ് ഇവിടെ എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലൂറൽ ആണ് അല്ലെ ഒരു പ്ലൂറൽ വെർബ് ആണ് എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലൂറൽ വെർബ് ആണ് മനസ്സിലായോ അതൊരു പ്ലൂറൽ വെർബ് ആണ് അപ്പൊ എന്ത് വരണം ഇവിടെ ഹാസ് നമുക്കറിയാം അതൊരു സിംഗുലർ ആണ് ഈസ് ഒരു സിംഗുലർ വെർബ് ആണ് അല്ലെ എന്നാൽ ഇവിടെ നമുക്കറിയാം ലോസ്റ്റ് ആണ് അല്ലെ ലോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ആർ യൂസ് ചെയ്യില്ല അതൊക്കെ പ്രസന്റ് ഫോമിലുള്ള പ്ലൂറൽ വെർബ് ആണെങ്കിലാണ് അവിടെ ആർ യൂസ് ചെയ്യുക ഇവിടെ പാസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഹാവ് ആണ് കേട്ടോ മനസ്സിലായോ എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്താണ് അവിടെ വന്നിരിക്കുന്നത് എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ വെർബാണ് നോട്ട് ചെയ്യണം എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ വെർബാണ് എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ വെർബ് ആണ് തെറ്റിക്കാൻ പാടില്ല എ നമ്പർ ഓഫ് സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ വെർബാണ് അതിനുശേഷം പ്ലൂറൽ വെർബ് ഓക്സിലറി വെർബ് വരണം ഹാവ് ലോസ്റ്റ് ദെയർ ലീവ്സ് അപ്പോ അതേപോലെ നോക്കിക്കേ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ തരാം എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ ഇവിടെ സോൾജേഴ്സിന് പകരം എന്തായി എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയി ഇവിടെ പാസ്ഡ് ഇവിടെ എന്ത് വരും ഇവിടെ ഏത് ഓക്സിലറി വെർബ് വരണം ഹാവ് വരണം അല്ലെ നമ്പർ ഓഫ് സോൾജേഴ്സ് ഹാവ് പാസ്ഡ് അടുത്തത് യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ അല്ലെ യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ had better
എന്നതിന് ശേഷം എപ്പോഴും വരേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. had better എന്നതിന് ശേഷം വരേണ്ടത് ഒരു ബേസ് വെർബ് ആണ്. had betterന് ശേഷം വരേണ്ടത് ഒരു ബേസ് വെർബ് ആണ്. ബേസ് വെർബ് ഇവിടെ to do യോ ടു എന്ന് ചേർത്താൽ അത് പ്രൊപ്പോസിഷൻ ആയി മാറിയില്ലേ, എന്നിട്ട് ബേസ് ആയി. തെറ്റാണ്. ഓക്കെ, ഡൺ ബേസ് ഫോം ആണ് വരേണ്ടത്. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ V1 ആണ്. ബേസ് വെർബ് എന്ന് പറഞ്ഞാൽ V1 ആണ്. വെർബിന്റെ ഒന്നാമത്തെ രൂപം ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഡൂയിങ് അത് ING ഫോം ആണ്, തെറ്റാണ്. ഇത് ഡൺ പാസ്റ്റ് ഫോം ആണ്. കണ്ടോ, ഡു ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഡു. Deepak enrolled in dash university in Chennai. Deepak enrolled in university in Chennai. ഇവിടെ ഏതാണ് പ്രിപ്പോസിഷൻ വരിക? ഏതാണ്? എ ആണ് അല്ലെ. നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക? യൂണിവേഴ്സിറ്റി ഇല്ലേ? അവിടെ ഏതാണ് അക്ഷരം വന്ന്? യാ എന്നാണ് വന്നത്. യാ എന്ന് വന്നു കഴിഞ്ഞാൽ ഏതാണ് ആർട്ടിക്കിൾ വരിക? എ ആണ് വരിക. കാക്ക ഗംഗങ്ങളിൽ തുടങ്ങി ചാച്ചാ ജൻജനില് ചാച്ചാ ജൻജന, ടാറ്റ ഡണ്ടണ്ണ, അങ്ങനെ പോയി. താത്ത ദന്തന്ന ഇങ്ങനെ പോയി. പാപ്പ ബമ്പമ്മ ഇങ്ങനെ പോയി. യാ രാ ലാ വ ഷ ഷ സ ഹ അങ്ങനെ പോയി കഴിഞ്ഞു അല്ലെ. അപ്പൊ ഈ അക്ഷരങ്ങളാണ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ ഡാഷിന് ശേഷം വരുന്ന വാക്കിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ആർട്ടിക്കിൾ എ ആയിരിക്കും. ഇവിടെ യാ വന്നില്ലേ, യൂണിവേഴ്സിറ്റി എന്ന് വന്നപ്പോൾ എ ആണ്. ദീപക് എൻറോൾഡ് ഇൻ എ യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ. അതേപോലെ he studies in a university. കണ്ടോ, he studies in a university. Select the most appropriate meaning of the given idiom. താഴെ തന്നിട്ടുള്ളതിൽ ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺ. ലൈഫ് എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉള്ളതാണ് അല്ലേ. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺ. ഇവിടെ ഏതാണ് അപ്സ് ആൻഡ് ഡൗണിന്റെ ഇഡിയം ആയിട്ട് വരുന്നത്? അൺസർട്ടനിറ്റീസ് ആണ് കേട്ടോ. ഏതാണ്? അപ്സ് ആൻഡ് ഡൗൺ എന്താണ്? അൺസർട്ടനിറ്റീസ്. എന്താണ്? അൺസർട്ടൻസ് ആണ് കേട്ടോ. അതേപോലെ ലൈഫ് ഹാസ് ഗുഡ് ആൻഡ് ബാഡ് അല്ലെ. ലൈഫ് ഹാസ് ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. അതും എന്താണ്? അൺസർട്ടനിറ്റീസ് ആണ് കേട്ടോ. ഗുഡ് ആൻഡ് ബാഡ്, അപ്സ് ആൻഡ് ഡൗൺ, ഇതൊക്കെ എന്താണ്? ഇഡിയം. അൺസർട്ടനിറ്റീസ്. Rearrange the following words and phrase to form a meaningful sentence. ഇവിടെ തന്നിട്ടുള്ളതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഒന്ന് സെന്റൻസ് ആക്കി മാറ്റിക്കേ. എങ്ങനെയാണ് വരിക? ഫസ്റ്റ് വരേണ്ടത് ഷോൾ ഐ. എന്താണ്? ഷോൾ ഐ. ഷോൾ ഐ എന്നിട്ട് എന്ത് വരണം? ലീഡ് കേട്ടോ. ഷോൾ ഐ ലീഡ് യു. ഷോൾ ഐ ലീഡ് യു എനിവേർ. ആൻസർ ഏതാണ് ഇവിടെ വന്നത്? സി ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. 4, 2, 1, 3 എന്നുള്ള രീതിയിൽ ആൻസർ വരണം. ഷോൾ ഐ ലീഡ് യു എനിവേർ. I could look down dash the banyan leaves. I could look down dash the banyan leaves.
ആൻസർ ഈസ് ത്രൂ ആണ് കേട്ടോ. ഏതാണ്? ത്രൂ ആണ്. അതായത് ലുക്ക് ത്രൂ കേട്ടോ. ത്രൂ സംതിങ് ആണ് കേട്ടോ. ഇവിടെ എന്താണ്? ലുക്ക് എന്താണ്? ത്രൂ ആണ് കേട്ടോ. എന്താണ്? ത്രൂ ആണ്. I could look down through the banyan leaves. അതേപോലെ look through the window. കണ്ടോ? ഇതിവിടെ ആൻസർ വരുന്നത് ത്രൂ ആണ്. അടുത്തത് I am late. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യൂ. I am late. I am late അല്ലേ? ഞാൻ വൈകി. ഇവിടെ എന്താണ് സെന്റൻസ്? ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? തന്നിട്ടുള്ള സെന്റൻസിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ തന്നിരിക്കുന്ന ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളത് ഓഫ് എന്ത് ചെയ്തോ? കളഞ്ഞു. ഇനി നെഗറ്റീവ് ആം ഐ എന്ന് പറയുമ്പോൾ ആമിൻറ്റൈ എന്ന് വരുമോ? ആമിൻറ്റൈ എന്ന് വരുമോ? വരില്ല. ആമിൻറ്റൈ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ ആണ് അല്ലെ? ഫോർമൽ ആയിട്ടുള്ളതല്ല, ഒരു ഇൻഫോർമൽ ആണ് ആമിൻറ്റൈ എന്ന് പറയുന്നത്. എപ്പോഴും ആം ഐ അല്ലെ? ആം ഐ എന്ന് പറയും, പക്ഷെ ഒരിക്കലും ആമിൻറ്റൈ എന്ന് വരില്ല. അതിന് പകരം ആറിൻറ്റൈ എന്നായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ. ഐ ആം ലേറ്റ്, ഓഡിൻറ്റൈ. അതേപോലെ എന്താ വരും? ആറിൻറ്റൈ. ഓക്കെ. അടുത്തത് then he put on his hat and dashed to the house. Then he put on his hat and എന്താണ്? റാൻ അപ്പ് ആണ് കേട്ടോ. റാൻ അപ്പ് ആണ്. ആൻസർ ഈസ് സി ആണ്. ഈ റാൻ അപ്പ് എന്ന് പറയും, അതവിടെ വേർഡ് യൂസ് ചെയ്യാൻ കാരണം മൂവ് ക്വിക്ലി റിവാർഡ്സ് ആണ് കേട്ടോ. എന്താണ്? അതായത് പെട്ടെന്ന് ഇതാകണം. എങ്ങനെ? ക്വിക്ലി ആയിട്ട് അല്ലെ? ആ വരുന്ന ഒരു വാക്കായിരിക്കണം ഇവിടെ വരേണ്ടത് കേട്ടോ. മൂവ് ക്വിക്ലി റിവാർഡ്സ് അല്ലെ? അങ്ങനെ ഒരു ക്വിക്ലി റിവാർഡ്സ് ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തതായിട്ടുള്ള ഒരു വേർഡ്, ഒരു ഫ്രേസൽ വെർബാണ് ഇത് റാൻ അപ്പ് എന്ന് പറയുന്നത് കേട്ടോ. He put on his hat and ran up to the house. Can I have the pencil dash I gave you today morning? Can I have the pencil dash I gave you today morning? ആൻസർ ഈസ് ദാറ്റ് ആണ് കേട്ടോ. ഇവിടെ ആൻസർ എന്താ വരുന്നത്? ദാറ്റ് ആണ്. Can I have the pencil that I gave you today morning? Which of the following word is wrongly spelled? Delegant. ഡെലിഗന്റിന്റെ കറക്റ്റ് വേർഡ്. ഈ ഡെലിഗന്റ് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇവിടെ തന്നിട്ടുള്ളതില് ഇവിടെ സെന്റൻസ് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? Which of the following word is wrongly spelled? താഴെ 4 ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ ഏതാണ് wrongly spelled എന്നാണ് ചോദ്യം. തെറ്റായിട്ട് തന്നിരിക്കുന്ന വാക്ക് ഏതാണ്? ഇതാണ് തെറ്റ് കേട്ടോ. ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ. അപ്പൊ ഇവിടെ ഈ സ്പെല്ലിങ്ങുകളൊക്കെ നോക്കി പഠിക്കണം കേട്ടോ. ഡെലിനറേറ്റും ഡെലിഗേഷനും ഡെലിഗ്വന്റിന്റെ ഒക്കെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കണം. പ്രീവിയസ് ആയിട്ട് ഈ ഡെലിഗന്റ് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് ദി ഫോളോയിങ് സെന്റൻസ്. ഡയറക്ടർ സ്പീച്ച് ചോദിച്ചു, വൈ ഡിഡ് യു കം ലേറ്റ്? ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ്. ടീച്ചർ ജെയിംസിനോട് ചോദിച്ചു, വൈ ഡിഡ് യു കം ലേറ്റ്? എന്തുകൊണ്ടാണ് നീ വൈകിയത് എന്ന് ചോദിച്ചു. അപ്പൊ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയിട്ട് ജെയിംസ് എങ്ങനെ പറയും? എങ്ങനെ ചോദിക്കാം? ചെയ്തു നോക്കാനുള്ള സമയം തരികയാണ്. വൈ ഡിഡ് യു കം ലേറ്റ്? ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ് അല്ലെ? അപ്പൊ ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ്. ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ്. ഇവിടെ എന്ത് വരണം? ഇവിടെ ആസ്ക്ഡ് ആണ്, ഫാസ്റ്റ് ആണ് കാര്യങ്ങൾ അല്ലെ? ഫാസ്റ്റ് ആണ്. ഡിഡ് പോയിട്ട് എന്തായി മാറണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ ഡിഡ് പോയിട്ട് എന്താകും എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്.
ഡിഡ് എന്ന് കണ്ടാൽ ഇവിടെ ആസ്ക്ഡ് ആണ് അല്ലെ, പാസ്റ്റിലുള്ള ഫോമാണ്, പാസ്റ്റ് ഫോം ആണ്. അപ്പൊ ഇവിടെ ഡിഡ് ആണ്. ഡിഡ് പോയിട്ട് എപ്പോഴും 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 എന്തായി മാറണം, ഹാഡ് ആയിട്ട് മാറണം. അപ്പൊ ഹാഡ് എന്നുള്ളത് സെന്റൻസിൽ ഉണ്ടാവണം. ഇവിടെ ഡിഡ് തന്നെ വന്നു, തെറ്റാണ്. ഇവിടെ ഹാഡ് ഇല്ല എന്ന്. അപ്പൊ ഇനി ഇവിടെ ആകെ ബിയും ഡിയും മാത്രമാണ് ഇവിടെ ആൻസർ ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ കണ്ടെത്തും? ഇവിടെ എന്തിനാണ് ഹാഡ് കെയും വേണ്ട. ഹാഡ് കഴിഞ്ഞിട്ട് ഒരിക്കലും കണ്ടോ, ഹാഡ് കെയും അതേ പാസ്റ്റ് ഫോം ഡിഡിന്റെ അതേ രൂപം ഇവിടെ വേണ്ട. ഹാഡ് കം എന്നാണ് വരുന്നത് കേട്ടോ. ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ് വൈ ഹി ഹാഡ് കം ലേറ്റ്. ചേഞ്ച് ദിസ് സെന്റൻസ് change the sentences into passive voice. He posted the letters. അതിനെ ഒന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ദ ലെറ്റേഴ്സ് ആണ്, ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ. അപ്പൊ അടുത്ത ഓക്സിലറി വെർബ് പ്ലൂറൽ ആയിട്ട് വരണം. ദി ലെറ്റേഴ്സ്. അതേപോലെ പോസ്റ്റഡ് ആണ്, പാസ്റ്റിലുള്ള കാര്യമാണ്, കഴിഞ്ഞ കാര്യമാണ്. പോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, പോസ്റ്റ് ചെയ്തു, ലെറ്റർ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ ലെറ്റേഴ്സ്, ഒന്നിലധികം ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ പാസ്റ്റിലുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ലെറ്റേഴ്സ് എന്ന് കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. ഏതാണ്? ദ ലെറ്റേഴ്സ്. അതേപോലെ ഇവിടെ പോസ്റ്റഡ് പാസ്റ്റിലുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്? വേർ. ഇതൊക്കെ പ്രസന്റ് ഫോം ആണ് അല്ലെ, ഇതൊക്കെ പ്രസന്റ് ഫോമിലുള്ളതാണ്. ഇതൊക്കെ തെറ്റി. ഇനി ദി ലെറ്റേഴ്സ് വേർ പോസ്റ്റഡ് ബൈ ഹിം. ദ ലെറ്റേഴ്സ് were posted by him. The earth dash around the sun. അതൊരു പ്രപഞ്ച സത്യമാണ് അല്ലെ. The earth around the sun. സൂര്യന് ചുറ്റും, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു പ്രപഞ്ച സത്യമാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതായത് ഒരു പ്രപഞ്ച സത്യമാണ്. എപ്പോഴും അതിന്റെ ഫോം ഏതായിരിക്കും? റിവോൾവ്സ് അല്ലെ. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. ഒരു സിമ്പിൾ പ്രസന്റ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതൊരു സിമ്പിൾ പ്രസന്റിലുള്ള ഒരു വെർബ് യൂസ് ചെയ്യണം. റിവോൾവ്സ് കേട്ടോ. ഇപ്പൊ ഇതായിരിക്കും, ഇതല്ല കേട്ടോ. revolves. The earth revolves around the sun. അടുത്തത് കറക്റ്റ് പങ്ക്ച്വേഷൻ ആണ് യൂസ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് പങ്ക്ച്വേഷൻ തന്നിട്ടുള്ളതിൽ ഏതാണ് വരിക? സി ആണ് ഇവിടെ ആൻസർ വരിക കേട്ടോ. വെൽ കണ്ടോ, വെൽ എന്നിട്ട് കണ്ടോ, അത് കഴിഞ്ഞ് വൈ. വെൽ എന്ന് കഴിഞ്ഞ് ഒരിക്കലും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഫോം വരരുത്. മനസ്സിലായി? അത്രേ ഉള്ളൂ ഇതിൽ റൂള്. വെൽ കഴിഞ്ഞു. വെൽ കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു കോമയുണ്ട് അല്ലെ. വെൽ എന്ന് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ടൊരു കോമ ഇട്ടുണ്ട്. ഈ കോമ ഇട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും ക്യാപിറ്റൽ ഫോം വേണ്ട. എന്ത് മതി? സിമ്പിൾ ഫോം മതി. W എന്ന് മാത്രം മതി കേട്ടോ. വൈ ഡോണ്ട് യു റീഡ് ദി ബുക്ക്. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് W എന്നുള്ളത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇത്രയും 65 മുതൽ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ ഇന്ന് ചെയ്തു. ആ 15 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ കിട്ടി, മാർക്ക് കിട്ടി എന്നുള്ളത് കൂടിയിട്ട് ചെയ്തു തരണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ഒക്കെ കൊടുത്തിട്ടൊന്ന് വീഡിയോക്ക് ഹൈപ്പ് തരാം കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. മലയാളത്തിന്റെ ക്ലാസ്സുകൾ ഇതേപോലെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. SCRT, കോൺസ്റ്റിറ്റ്യൂഷനും ബയോളജിയും എടുത്തു തീരാനായിട്ട് നിൽക്കുന്നുണ്ട്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക.